Radio Prior, Voice of Kunamav, Voice of Saint Philomenas. Stories, Music, entertainment, GK, all you need. Radio Prior, Voice of Kunamav, Voice of Saint Philomenas. മഞ്ഞണിഞ്ഞ മലനിരകളിലൂടെ റെയിൻഡിയറുകൾ വലിക്കുന്ന ഒരു സ്ലെഡ്ജ് നിറയെ സമ്മാനപ്പൊതികളുമായി ജംഗിൾ ബെൽസിന്റെ താളത്തിൽ ഒഴുകിവരുന്ന സാന്റ. കുട്ടിക്കാലത്തെ ക്രിസ്തുമസ് ചിത്രങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായത് അതായിരിക്കും. പുൽക്കൂടും ഉണ്ണിയേശുവും നക്ഷത്രവിളക്കും ക്രിസ്തുമസ് ട്രീയുമൊക്കെ വീട്ടുമുറ്റങ്ങളിലും പള്ളിയങ്കണങ്ങളിലും യാഥാർത്ഥ്യമാവുമ്പോൾ സാന്റ എന്ന സങ്കല്പ ചിത്രം നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നാം മനോഹരമാക്കിക്കൊണ്ടിരിക്കും. ഇതുപോലുള്ള കുറെ സങ്കല്പ വിസ്മയങ്ങളല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിന് കൂടുതൽ ചാഴ്വേകുന്നത് നമ്മുടെ റേഡിയോ പ്രിയോർ പോലെ. Merry Christmas to all. Hope your lives are filled with love and luck, with light and hope, with faith and gratitude. Christmas is all about new hopes and full of surprise. I hope you have a great time this Christmas and be blessed with unlimited happiness and luck. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ പ്രിയോർ പ്രസന്റഡ് ടു യു ബൈ ലിറ്റിൽ കൈറ്റ്സ് സെന്റ് ഫിലോമിനാസ് HSS കൂനമാവ്. ഐ ആം അഖിൽ രാജു and me, Stephena Francis. നക്ഷത്ര വിളക്കുകളുടെ ദീപപ്രഭയിൽ ഇന്ന് റേഡിയോ പ്രിയോറിന് ആശംസകൾ അർപ്പിക്കുന്നത് കൂനമാവ് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹോം റെക്ടർ റവറർ ഫാദർ സംഗീത് ജോസഫ് അടിച്ചിലിൽ. ദൈവം മണ്ണിൽ പിറക്കുന്ന തണുപ്പുള്ള ഓർമ്മയാണല്ലോ ക്രിസ്തുമസ്. ക്രിസ്തുവ എന്ന പാഠപുസ്തകത്തിലെ 3 പാഠങ്ങൾ. 1-ാം പാഠം, അർഹത നോക്കാതെ നൽകുക. പിതാവായ ദൈവം മനുഷ്യൻ്റെ അർഹത നോക്കാതെ സ്വന്തം പുത്രൻ കുരിശിൽ കൊല ചെയ്യപ്പെടുമെന്നറിഞ്ഞിട്ടും പുത്രനെ നൽകുന്ന വലിയ സ്നേഹം. ജിബ്രാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മേച്ചിൽപ്പുറത്തെ മരങ്ങളും മൃഗങ്ങളുമൊക്കെ അർഹത നോക്കിയിട്ടല്ലല്ലോ പഴങ്ങളും പാലുമൊക്കെ നൽകുന്നത്. മരുഭൂമിയിൽ കള്ളിമുൾ ചെടിക്ക് മുള്ളുകൾ അതിൻ്റെ സംരക്ഷണ കവചമാണ്. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ വേദനിപ്പിക്കുന്ന അവരുടെ അനർഹത പലപ്പോഴും മുള്ളുകളാണ്, അവരുടെ സംരക്ഷണ കവചമാണെന്നുകൂടെ ചിന്തിക്കാനാവട്ടെ നമുക്ക്. 2-ാം പാഠം, വേദനിക്കും വരെ കൊടുക്കുക എന്നതാണ്. ഗിവ് ടിൽ ഇറ്റ് ഹേർട്സ് മദർ തെരേസയുടെ വാചകമാണ്. 10,000 ഉള്ളപ്പോൾ 10ഉം 100ഉം ഒക്കെ കൊടുത്താൽ മുറിപ്പെടുന്നില്ല. 5,000ഉം 6,000ഉം ഒക്കെ കൊടുക്കുമ്പോൾ സുഖസൗകര്യങ്ങളിൽ കുറവ് വരുന്നുണ്ട്, മുറിപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്താണ് സ്വയം ദാനമായി നൽകുന്നത്. അതാണ് യഥാർത്ഥമായ ദാനം. ക്രിസ്തു നൽകുന്ന യഥാർത്ഥമായ ദാനം കുരിശിൽ സ്വയം മുറിച്ചു നൽകുന്നതാണ്. 3-ാമത്തെ പാഠം, ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താതെ കൊടുക്കുക എന്നുള്ളതാണ്. അപരന് നൽകുമ്പോൾ ഫോട്ടോ പ്രദർശനം നൽകി അവൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തരുത്. മറിയം ദൈവത്തിൻ്റെ അമ്മയാകുന്നു എന്നറിയുമ്പോൾ എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. എളിമയോടെ അവളെ ശുശ്രൂഷിക്കുമ്പോൾ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുന്നൊരനുഭവമുണ്ട്. ആത്മാഭിമാനത്തെ ഉയർത്താനാകട്ടെ നമ്മുടെ നൽകലുകൾക്ക്. പാഠം കഴിഞ്ഞു, പരീക്ഷയാണ്. ചോദ്യം ഇങ്ങനെ: വിശക്കുന്നവന് ഭക്ഷണം, ദാഹിക്കുന്നവന് ജലം, നഗ്നന് വസ്ത്രം, കാരാഗൃഹത്തിലും രോഗികളൊക്കെ സന്ദർശിച്ചോ? ഉത്തരം നൽകുന്നവർക്ക് ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാം, യഥാർത്ഥ ക്രിസ്തുമസ് അനുഭവം സ്വന്തമാക്കാം. 1984 തരങ്കിണി മ്യൂസിക് പുറത്തിറക്കിയ സ്നേഹപ്രവാഹം എന്ന കാസറ്റിലെ ഏറ്റവും ആകർഷണീയവും മൃദുലവുമായ ഗാനമാണ് പൈതലാം യേശുവേ എന്നത്. അന്ന് വൈദിക വിദ്യാർത്ഥിയും ഇന്ന് പുരോഹിതനുമായ റവറൻഡ് ഫാദർ ജോസഫ് പാറാങ്കുഴിയുടെ വരികൾക്ക് റവറൻഡ് ഫാദർ ഡോക്ടർ ജസ്റ്റിൻ പനക്കൽ OCD നൽകിയ ഈണം ഇന്നും ക്രിസ്തുമസ് രാവുകൾക്ക് നിറം പകരുന്നു. കേൾക്കാം ആ ഗാനം 90ലെ ആദ്ര കേവിയുടെ ശബ്ദത്തിൽ.
പാരാകെ പ്രേക്ഷകർ നിരനിരയാ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയാ നാഥാതിനാഥനായി വാഴുമെന്നീശനായി ഉണർവോടേകുമെന്നുൾക്കടം ഞാൻ ഉണർവോടേകുമെന്നുൾക്കടം ഞാൻ പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലാലാലാ 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 ആഹാ 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 കൽക്കി, വാരിക്കുഴിയിലെ കൊലപാതകം തുടങ്ങി 1/2 ഡസനിലധികം ചിത്രങ്ങളിലൂടെ നമുക്ക് സുപരിചിതനായ മലയാള നടനാണ് ശ്രീ ധീരജ് ഡെന്നി. ഇനിയും റിലീസ് ചെയ്യാനിരിക്കുന്ന കർണൻ, നെപ്പോളിയൻ ഭഗത് സിംഗ്, മിഗായിൽസ് കോഫി ഹൗസ് എന്നീ ചിത്രങ്ങളിൽ നായകവേഷത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ യുവനടന് നമ്മോട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധീരജ് ഡെന്നി. ഞാൻ +2 പഠിച്ചത് കളമശ്ശേരിയിലെ രാജീരി എന്ന് പറയുന്ന സ്കൂളിലാണ്. ആ സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിച്ചിരുന്ന സാറാണ് ജോളി സാറ്. ഞാനൊക്കെ പഠിക്കുന്ന ബാച്ച് എന്ന് പറയുന്നത് ഗ്രേഡിംഗ് സിസ്റ്റത്തിലെ വെരി ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ എന്ത് പഠിപ്പിക്കണം സാറുമാർക്കോ എന്ത് പഠിക്കണം സ്റ്റുഡൻസിനോ ഒരു ഗ്രാഹ്യമില്ലാത്ത സമയം. ഇത്രയും പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളെല്ലാവരും അത്യാവശ്യം മാർക്കോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് പാസ്സാക്കി തന്ന സാറാണ് ജോളി സാറ്. അപ്പോൾ ആ കടപ്പാടിക്ക് മരണം വരെ ഉണ്ടാവും. സാറ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സെൻറ്റ് ഫിലോമിന സ്കൂളിൽ ഒരു ഓൺലൈൻ റേഡിയോ പ്ലാറ്റ്ഫോം ഉണ്ട്, പ്രിയോർ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു ബിറ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി വളരെ ഹാപ്പിയായി, വളരെ എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെ ഒരു റേഡിയോ ചാനലോ ഒരു ഓൺലൈൻ തരംഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ ഒരു മൈക്ക് ഉണ്ടാവും, എല്ലാ ക്ലാസ്സിലും ഒരു സ്പീക്കറുണ്ട്, അദ്ദേഹം എന്ത് പറഞ്ഞു നമ്മളാരും കേൾക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ തന്നെ ലൈഫിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഞാൻ ഫിലിം ഫീൽഡിലേക്ക് വന്നു അത് ഞാൻ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഒന്നുമില്ല, ചെറുപ്പം തൊട്ടേ ഡ്രാമ, അഭിനയം കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലാണെങ്കിലും ഞാൻ പോയിരുന്ന പള്ളിയിൽ ഇടവകയിൽ CLC എന്ന് പറഞ്ഞ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവിടെ തെരുവ് നാടകം കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെ അഭിനയത്തിൽ എന്ത് അവസരം കിട്ടുന്നു അതൊക്കെ ഞാൻ പോയി ചെയ്തിരുന്നു. പിന്നെ സ്കൂളിലാണെങ്കിൽ ഈ സ്ഥിരമായിട്ട് ബെസ്റ്റ് ആക്ടറൊക്കെ വാങ്ങിക്കുന്ന കുറേ നടന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന റോള് പാറാവുകാരൻ, അമ്മാവൻ, വഴിപോക്ക്, അതൊക്കെ നമുക്ക് കിട്ടുന്നത്. എന്നാലും ഞാൻ അതൊക്കെ വളരെ സന്തോഷത്തോടെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് +2 ഒക്കെ വളരെ സന്തോഷത്തോടെ പാസ്സായി കഴിഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനിയിപ്പോൾ ബിടെക്കിന് പോയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും, കാരണം നമ്മളല്ല ഡിസൈഡ് ചെയ്യണം, വീട്ടുകാർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ എൻട്രൻസ് കയറി. ഓൾ ഇന്ത്യ എൻട്രൻസിൻ്റെ റാങ്ക് കണ്ട് ആ ഫോൺ നമ്പർ പോലെ ഉണ്ട്. ഞാൻ ഓൾ ഇന്ത്യ കിട്ടിയില്ല, കേരളത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ ബിടെക്കിന് ജോയിൻ ചെയ്തു. ബിടെക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടകം ഉണ്ടായിരുന്നില്ല, പകരം അവിടെ ഫാഷൻ ഷോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടി, 2 വർഷം ജോലി ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ 2 ഷോർട്ട് ഫിലിം ചെയ്തു. ഈ 2 ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് വന്നു. ഞാൻ വീട്ടിലൊന്ന് പറഞ്ഞു, ഇത്ര നാൾ നിങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ ചെയ്തു, ഇനി എനിക്ക് വേണ്ടി ഞാൻ 2 വർഷം മാറ്റി വയ്ക്കട്ടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അവർ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു. അതിനുശേഷം സിനിമയിൽ ജോയിൻ ചെയ്തു. വൈ എന്ന സിനിമയിൽ ഞാൻ തുടക്കം കുറിച്ചു. ഇപ്പോൾ ലാസ്റ്റ് മൈക്കിൾ സ്കോർപ്പിയോസ് എന്ന പടം അഭിനയിച്ചിരിക്കുന്നു. 2 പടം റിലീസാവുന്നുണ്ട്, കർണൻ, നെപ്പോളിയൻ ഭഗത് സിംഗ്, മൈക്കിൾ സ്കോർപ്പിയോസ്. 2ലും ദൈവം സഹായിച്ച് നായകവേഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലാണെങ്കിലും നമുക്കൊരാളോട് സംസാരിക്കണമെങ്കിൽ അറിവ് വേണം, വിദ്യാഭ്യാസം വേണം, ഇല്ലെങ്കിൽ അതിന് കുറവ് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സത്യം പറയുമ്പോൾ സന്തോഷിക്കുന്നത് ഈ പഠിപ്പിനോട് ചേർന്ന് പാഷൻ കൊണ്ടുപോകാൻ പറ്റി എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. കാരണം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും ഒരു വിലയുടെ കുറവുണ്ടാകും. പാഷനും
ആ ഒരു ബുദ്ധിമുട്ട് കാണും. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പാഷനിലേക്ക് എത്താനുള്ള ദൂരം വളരെ കുറയും. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിപ്പിനോട് ഒപ്പം തന്നെ പാഷൻ കണ്ടുപിടിക്കുക. ഒരു പക്ഷേ പടമരിയാവും, പാട്ടാവാം, എന്തും ആവാം. കൃത്യമായിട്ട് കണ്ടെത്തുക. രണ്ടും കൂടെ ചേർത്ത് പോവുക. പഠിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം പാഷന് വേണ്ടി ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഓൾ ദി വെരി ബെസ്റ്റ്. രാജേഷേ, എങ്ങോട്ടാ? ഞാനേ സെൻറ്റ് ഫിലോമിനാസിലേക്കാ മക്കളെ ചേർക്കാൻ. രാജേഷേ, നല്ല കാര്യം. ഉയർന്ന നിലവാരവും കായിക രംഗങ്ങളിൽ മികവുമുള്ള സെൻറ്റ് ഫിലോമിനാസ് ഉള്ളപ്പോൾ തീരുമാനം വളരെ എളുപ്പം അല്ലേ? പാരമ്പര്യമുള്ള സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള 5-8 ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പേര് രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് 9 നിന്നും അമിയാ. യുദ്ധത്തിന് സജ്ജമായി ഇറാൻ നാവികാസേന കമാൻഡറാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇസ്രായേൽ മുങ്ങിക്കപ്പൽ ഗൾഫിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ട്. UAE-യിൽ നിന്ന് പിടിച്ചെടുത്ത 2 ദ്വീപുകളിൽ ഇറാന്റെ സേനാ വിന്യാസം. CBSE ബോർഡ് പരീക്ഷകളുടെ തീയതി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷക പ്രക്ഷോഭം തുടരുന്നു. ചൊവ്വാഴ്ച ചർച്ചയാകാമെന്ന് കേന്ദ്രത്തോട് കർഷക സംഘടനകൾ. കേരളത്തിലെ നേതൃമാറ്റം ഹൈക്കമാൻഡ് തീരുമാനിക്കും. കേരളത്തിൽ വീണ്ടും ദുരഭിമാനക്കൊല കേസ് ക്രൈംബ്രാഞ്ചിന്. കേരളം വൈകി തിരിച്ചറിഞ്ഞ അഭിനയ പ്രതിഭ അനിൽ നെടുമങ്ങാട് മലങ്കര ജലാശയത്തിൽ മുങ്ങി മരിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ 21 വയസ്സുകാരി ആര്യ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം മേയറായി. M. അനിൽകുമാർ കൊച്ചി മേയറായി. കോവിഡ് രാജ്യത്ത് മരണം കുറയുന്നു. കോവിഡ് വാക്സിൻ വിതരണത്തിന് ട്രയൽ. തീർത്ഥാടന കേന്ദ്രമായ കൂനമാവ് സെയിന്റ് ഫിലോമിനാസ് പള്ളിയിൽ വിശുദ്ധ ചാവറേച്ചന്റെ 150-ാം തിരുനാളിന് കൊടിയേറി. ഓസീസ് 195-ന് പുറത്ത്. ബുംറയ്ക്ക് 4 വിക്കറ്റ്. ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം. ആദ്യ മുഴുവൻ സമയ റഫറി എന്ന നേട്ടം സ്വന്തമാക്കി സുമേഷ് മേത്ത. ISL-ൽ ഈസ്റ്റ് ബംഗാൾ ചെന്നൈ FC മത്സരം സമനിലയിൽ. ഫുട്ബോൾ താരം ക്യാപ്റ്റൻ MP ചെറിയാൻ അന്തരിച്ചു. സ്കൂൾ വാർത്തകൾ. കുട്ടികൾക്കായി ഡിസംബർ 22 ദേശീയ ഗണിത ദിനത്തോടനുബന്ധിച്ചും ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചും വിവിധ ഇനം മത്സരങ്ങൾ ഓൺലൈനായി നടത്തുകയുണ്ടായി. കുട്ടികൾ അറിയാതെ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ ഉണർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകമാകുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് വവ്വാലുകൾ തലകീഴായി കിടക്കുന്നതെന്ന്? പക്ഷികളെ പോലെ നിലത്തുനിന്ന് പറന്നുയരാൻ വവ്വാലുകൾ ശക്തരല്ല. തലകീഴായി തൂങ്ങിക്കിടക്കുന്നതിലൂടെ അവ വായുവിലേക്ക് പതിക്കുകയും പറക്കാൻ തുടങ്ങുകയും ചെയ്യും. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇനിയും പുതുപുത്തൻ വാർത്തകളുമായി റേഡിയോ പ്രിയോർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. കാക്കിക്കുള്ളിൽ ധാരാളം കലാകാരന്മാർ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. എന്നാൽ ഒരു അധ്യാപകക്കുള്ളിലെ കലാകാരിയെ പുറത്തു കൊണ്ടുവരികയാണ് ഇത്തവണ റേഡിയോ പ്രിയോർ കൂനമാവ് സെന്റ് ഫിലോമിനാസ് HSS. HST ശ്രീമതി ആനി ജയ EF ടീച്ചറുടെ ഉള്ളിലെ ഗായികയെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഒരു ക്രിസ്തുമസ് ഗാനത്തിന്റെ ഈണവുമായി എത്തുന്നു ജയ ടീച്ചർ. ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പ് താളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാൻ ദേവാധിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ
ഗോശാലയിൽ ഭൂജാതനായി രാജാധിരാജനിന്ന്. പുലരിമഞ്ഞുപോലെ പവിഴകാന്തിയോടെ അഴകു ചാർത്തി വന്നുദിച്ച ദിവ്യതാരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ, പൊൻപൈതലേ നിന്നെ വാഴ്ത്തിടുന്നിതാ ഞങ്ങൾ. പൂനിലാവ് പെയ്യും നാൾ വാഴിൻ്റെ രാത്രിയിൽ ഗോശാലയിൽ ഭൂജാതനായി രാജാധിരാജനിന്ന്. ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം. ദേവാധിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ. അന്ധകാരഹൃത്തിൽ സ്നേഹഗീതമായി മഞ്ഞിൽ വന്നു ജാതനായ ദിവ്യസൂനുവേ, നന്മതൻ വിത്തുകൾ പാരിതിൽ വിതച്ചിടാൻ താഴ്മയോടെ പുൽക്കുടിലിൽ ഉണ്ണി പിറന്നു. മാലാകവൃന്ദങ്ങളും സ്വർഗീയ സൈന്യങ്ങളും മിന്നാമിന്നികളും നാഥന് സ്തുതി പാടുന്നു. ഗോശാലയിൽ ഭൂജാതനായി രാജാധിരാജനിന്ന്. ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം. ദേവാധിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ, പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ, പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ. കഥകൾ കേൾക്കാനുള്ളത് മാത്രമല്ല, ഉൾക്കൊള്ളാൻ കൂടിയുള്ളതാണ്. ടെന്നയിലെ സ്റ്റെർവിൻ ബി മേനാച്ചേരി. ഈ കഥയൊന്ന് കേട്ട് ഉൾക്കൊണ്ടു നോക്കൂ, ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും തീർച്ച. തൻ്റെ ഇടവകയിലെ ജനങ്ങൾ പകർച്ചവ്യാധികൾ വന്നു മരിക്കുന്നതിൽ അതീവ ദുഃഖിതനായിരുന്നു ഫാദർ ഗില്ലിഗൻ. മരണാസന്നരായവർക്ക് അന്ത്യകൂദാശ നൽകിയും സംസ്കാര ശുശ്രൂഷകൾ നടത്തിയും ക്ഷീണിതനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം പതിവ് ശുശ്രൂഷകൾ കഴിഞ്ഞ് അല്പം വിശ്രമിക്കാനായി ഇരുന്ന അദ്ദേഹം പക്ഷേ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഒരാൾ വന്ന് അച്ഛനെ വിളിച്ചത്. അയാളുടെ ബന്ധുവിന് അന്ത്യകൂദാശ നൽകാൻ ചെല്ലണമെന്ന് അച്ഛനോട് അഭ്യർത്ഥിച്ചു. വരാമെന്ന് പറഞ്ഞെങ്കിലും ഫാദർ ഗില്ലിഗൻ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞ് ഉണർന്നപ്പോഴാണ് താൻ അയാളുടെ വീട്ടിൽ പോയില്ലല്ലോ എന്നോർത്തത്. ചാടി എഴുന്നേറ്റ് കുതിരപ്പുറത്തേറി അയാളുടെ വീട്ടിലേക്ക് അച്ഛൻ കുതിച്ചു. വാതിൽക്കൽ മുട്ടി കുറ്റബോധത്തോടെ തലകുനിച്ചു നിന്ന അച്ഛനോട് വീട്ടുകാർ ചോദിച്ചു, അച്ഛൻ വീണ്ടും വന്നോ? അദ്ദേഹത്തിന് മനസ്സിലായി, തൻ്റെ മനസ്സ് കണ്ട ദൈവം തൻ്റെ രൂപത്തിൽ ഒരു മാലാഖയെ ആ വീട്ടിലേക്ക് അയച്ചിരുന്നു. മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഫാദർ ഗില്ലിഗൻ നമ്മോട് പറയുന്നു, നന്മകൾ ചെയ്യുക, ദൈവം നമ്മെ അനുഗ്രഹിക്കും. കാണുവിനിടിഞ്ഞൊരീ ഗോപുരം, വാവലുകൾ വീണു തൂങ്ങുന്ന തൃക്കോവിൽ, വേടൂന്നി നിൽക്കുന്ന കിഴവനാമാൽ പായൽ മൂടിയ കുളം. മലയാളത്തിൻ്റെ മഹാകവയിത്രി സുഗതകുമാരി ടീച്ചർക്ക് ആദരാഞ്ജലികൾ. റേഡിയോ പ്രിയോറിൻ്റെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ സെയിൻറ്റ് ഫിലോമിനാസിൻ്റെ
ഞാനതു നോക്കിയോർത്തു നിൽക്കുമ്പോൾ ഉള്ളിൽ പൊടുന്നനെയൊരാർദ്രമാം മണിയൊച്ച അല്ലിൽ തനിച്ചവിടെയാരോ. റേഡിയോ പ്രിയോർ, വോയിസ് ഓഫ് കുനമാവ്, വോയിസ് ഓഫ് സെയിന്റ് ഫിലോമിനാസ്. Stories, Music, entertainment, GK, all you need. Radio Prior, Voice of Kunamav, Voice of Saint Philomenas. വീണ്ടും ഒരു തകർപ്പൻ എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം. ഞാൻ അഖിൽ രാജു, ഞാൻ സ്റ്റീഫന ഫ്രാൻസിസ്. സൈനിങ് ഔട്ട്.